യേശു പഴയ നിയമത്തിൽ എന്ന ഈ പോഡ്കാസ്റ്റ് പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം മോശയ്ക്കും യോശുവയ്ക്കും ശിംശോന്റെ മാതാപിതാക്കൾക്കും പ്രത്യക്ഷനായ ദൂതൻ ആരായിരുന്നു എന്നതാണ്. പഴയ നിയമത്തിലുടനീളം ദൂതന്മാരുടെ പ്രത്യക്ഷപ്പെടലുകൾ ഒരു നിത്യസംഭവമായിരുന്നു. അവർ ദൈവത്തിൻ്റെ ദൂതുമായി വരികയും ദൈവജനത്തെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. ഒരു വിശുദ്ധ ദൈവവും പാപികളായ മനുഷ്യരും തമ്മിലുള്ള വിടവ് താൽക്കാലികമായെങ്കിലും നികത്തുകയായിരുന്നു ഈ ദൂതന്മാർ. ചില ദൂതന്മാർ അവരുടെ പേര് സ്വയം വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും എല്ലായ്പ്പോഴും അങ്ങനെയല്ലായിരുന്നു. ഗബ്രിയേൽ ദൂതൻ ഈ സ്വഭാവമുള്ള ദൂതനായിരുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലെ 1:19 വായിക്കാം. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഇവിടെ പുരോഹിതനായ സഖറിയാവിനോട് ഗബ്രിയേൽ തൻ്റെ മേൽവിലാസവും വന്നതിൻ്റെ ഉദ്ദേശവും വെളിപ്പെടുത്തുന്നു. ഇതേ ഗബ്രിയേൽ ദൂതനായിരുന്നു ദാനിയേൽ പ്രവാചകന് പ്രത്യക്ഷപ്പെട്ട് ദർശനങ്ങൾ ഗ്രഹിപ്പിച്ചു കൊടുത്തത്. നാം കഴിഞ്ഞ എപ്പിസോഡുകളിൽ കൂടി നോക്കിയതുപോലെ യേശുവിൻ്റെ ജീവിതം പുതിയ നിയമത്തിൽ തുടങ്ങിയതല്ല. യേശു ഉൽപ്പത്തിയിലും പുറപ്പാടിലും പഴയ നിയമത്തിലുടനീളം ഇസ്രായേലിനെ നയിക്കുന്നതിലും ദൈവത്തെ വെളിപ്പെടുത്തുന്നതിലും സംരക്ഷിക്കുന്നതിലും സജീവമായിരുന്നു. നമ്മുടെ കാഴ്ചയിൽ മറഞ്ഞിരുന്നുവെന്ന് മാത്രം. എന്നാൽ പൗലോസ് പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നു. കൊളോസിയർ 1:26 വായിക്കാം. അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ കാഴ്ചയിൽ മറഞ്ഞിരുന്ന യേശുവിനെ പരാമർശിക്കുമ്പോഴെല്ലാം അവിടെ യേശുവെന്നോ ക്രിസ്തുവെന്നോ മിശിഹായെന്നോ ഏകജാതനെന്നോ ആദ്യജാതനെന്നോ പരാമർശിക്കുന്നില്ല. ഇവിടെയൊക്കെ യഹോവയുടെ സാന്നിധ്യമെന്നും യഹോവയുടെ ദൂതനെന്നും സ്വർഗീയ സൈന്യത്തിൻ്റെ അധിപതിയെന്നുമാണ് പരാമർശിക്കുന്നത്. പഴയ നിയമത്തിൽ ആദ്യമായി യഹോവയുടെ ദൂതൻ എന്ന പദവിയോട് പ്രത്യക്ഷപ്പെട്ട സംഭവം നോക്കാം. ഉൽപ്പത്തി 16:7. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ ശൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. ഇനി യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട നമുക്കേവർക്കും പരിചയമുള്ള മറ്റൊരു സംഭവത്തിലേക്ക് പോകാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശെ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ഇങ്ങോട്ടടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരിപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്നും അവൻ അരുളി ചെയ്തു. മോശെ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. ഇവിടെ മോശയ്ക്ക് മുൾപടർപ്പിൽ പ്രത്യക്ഷനായത് യഹോവയുടെ ദൂതനാണെങ്കിലും മോശയെ വിളിക്കുന്നത് ദൈവമാണ്. മോശെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. ഈ ശബ്ദമാണ് മോശയോട് ചെരിപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചത്. താൻ ദൈവത്തിൻ്റെ ദൃശ്യരൂപത്തിലേക്കാണ് നോക്കുന്നതെന്ന് മനസ്സിലാക്കിയ മോശെ ഭയപ്പെട്ട് മുഖം മൂടി. യെശയ്യാ 6:2 വായിക്കാം. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി. സ്വർഗത്തിൽ വസിക്കുന്ന സാറാഫുകൾ പോലും ദൈവത്തെ ആരാധിക്കുമ്പോൾ അവരുടെ മുഖം മറയ്ക്കുന്നു. അതിനാൽ ദൈവദൂതനെ കണ്ടുമുട്ടിയപ്പോൾ മോശെ മുഖം മറച്ചതിൽ അതിശയിക്കാനില്ല. ഇനി യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട മറ്റൊരു ഭാഗം കൂടി നോക്കാം. യോശുവ 5:13. യോശുവ യെരിഹോവിന് സമീപത്ത് ഇരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി.
ഒരു ആൾ കയ്യിൽ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് അവന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. യോശുവ അവന്റെ അടുക്കൽ ചെന്ന് അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. അതിന് അവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവനോട്, കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത് എന്ന് ചോദിച്ചു. യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി യോശുവയോട്, നിന്റെ കാലിൽ നിന്ന് ചെരിപ്പ് അഴിച്ചു കളക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു. യോശുവ അങ്ങനെ ചെയ്തു. ഇപ്പോൾ നാം വായിച്ച ഈ ആകർഷകമായ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ചില വസ്തുതകൾ പട്ടികപ്പെടുത്താം. ഒരാൾ മനുഷ്യരൂപത്തിൽ യോശുവയ്ക്ക് പ്രത്യക്ഷനാകുന്നു. അയാളുടെ കയ്യിൽ വാളുണ്ട്. താൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയാണെന്ന് പറയുന്നു. യോശുവ അയാളെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് കർത്താവെന്ന് വിളിക്കുന്നു. ചെരിപ്പ് നീക്കം ചെയ്യാൻ യോശുവയോട് നിർദ്ദേശിക്കുന്നു. യോശുവയ്ക്ക് പ്രത്യക്ഷപ്പെട്ടയാൾ ഒരു സാധാരണ മനുഷ്യവ്യക്തിയല്ല. കാരണം സാമാന്യബോധമുള്ള ഒരു മനുഷ്യനും താൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയാണെന്ന് പറയില്ല. ഇവിടെ യോശുവയ്ക്ക് പ്രത്യക്ഷപ്പെട്ടയാൾ ഒരു സാധാരണ ദൂതനുമല്ല. കാരണം വെളിപ്പാട് പുസ്തകപ്രകാരം ദൂതന്മാർ ആരാധന ആഗ്രഹിക്കുകയോ ആവശ്യപ്പെടുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. യോശുവ ഇവിടെ കണ്ട യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി ആരാണെന്ന് വേദപുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം 19:11 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നും പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്നു പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം അനുഗമിക്കുന്നത് ദൈവവചനം എന്നു പേരുള്ള വ്യക്തിയെയാണ്. നമുക്കറിയാം, ദൈവവചനം എന്നു പേരുള്ള ഒരേയൊരു വ്യക്തി യേശുക്രിസ്തു മാത്രമാകുന്നു. അങ്ങനെയാണെങ്കിൽ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി യേശുക്രിസ്തു ആകുന്നു. ഈ അധിപതിയെയാണ് യോശുവ കണ്ടത്. താൻ നിൽക്കുന്ന ഭൂമി വിശുദ്ധമായതിനാൽ യഹോവയുടെ ദൂതൻ മോശയോട് ചെരിപ്പ് നീക്കം ചെയ്യുവാൻ ആവശ്യപ്പെട്ടതുപോലെ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി യോശുവയോടും അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ മോശയ്ക്കും യോശുവയ്ക്കും പ്രത്യക്ഷപ്പെട്ടയാൾ ഒരേ വ്യക്തി തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഊരിപ്പിടിച്ച വാളുമായി ദൂതൻ പ്രത്യക്ഷപ്പെട്ട മറ്റൊരു സംഭവം കൂടി നോക്കാം. സംഖ്യാപുസ്തകം 22:31. അപ്പോൾ യഹോവ ബിലെയാമിന്റെ കണ്ണു തുറന്നു. യഹോവയുടെ ദൂതൻ വാളൂറി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ആരായിരുന്നു ഈ ബിലെയാം? സംഖ്യാപുസ്തകത്തിലെ 3 അധ്യായങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഈ ബിലെയാം പഴയ നിയമത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളിലൊരാളായിരുന്നു. ഒരു ഇസ്രായേലിയനല്ലാതിരുന്നിട്ടും ദൈവം അവനിലൂടെ സംസാരിച്ചു. ഇസ്രായേൽ ജനതയുടെ കനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ മോവാബ് രാജാവായ ബാലാക് ഇസ്രായേല്യരെ ശപിക്കുവാൻ ഈ ബിലെയാമിനെ വാടകയ്ക്കെടുക്കുകയായിരുന്നു. ദൈവം അനുഗ്രഹിച്ചവരെ ശപിക്കുവാൻ ആർക്കും സാധിക്കില്ലെന്ന് ബിലെയാമിന് അറിയാമായിരുന്നിട്ടും ഇസ്രായേല്യരെ ശപിക്കുവാൻ പോകും വഴി യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നതാണ് ഇവിടത്തെ പശ്ചാത്തലം. ഊരിപ്പിടിച്ച വാളുമായി ബിലെയാമിനും യോശുവയ്ക്കും പ്രത്യക്ഷപ്പെട്ടത് കർത്താവിൻ്റെ ദൂതനാണെങ്കിൽ യോശുവയോടും മോശയോടും ചെരിപ്പ് അഴിച്ചു കളക എന്ന് ആജ്ഞാപിച്ചതും ഇതേ വ്യക്തി തന്നെയായിരുന്നു. മറ്റൊരു സംഭവത്തിലേക്ക് പോകാം. ന്യായാധിപന്മാരുടെ പുസ്തകം 13:3-20 വാക്യങ്ങൾ വായിക്കാം. ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി. അവളോട് പറഞ്ഞത്, നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല. എങ്കിലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ഇവിടെ ഷിംഷോന്റെ അമ്മയോടാണ് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഷിംഷോന്റെ ജനനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇനി 20 വാക്യം കൂടി വായിക്കാം. അഗ്നിജ്വാല യാഗപീഠത്തിന്മേൽ നിന്ന് ആകാശത്തിലേക്ക് പൊങ്ങിയപ്പോൾ യഹോവയുടെ ദൂതൻ യാഗപീഠത്തിന്റെ ജ്വാലയോടുകൂടെ കയറിപ്പോയി. മനോഹയും ഭാര്യയും കണ്ട്
സാഷ്ടാംഗം വീണു. ഇവിടെ ഷിംഷോന്റെ മാതാപിതാക്കൾ ദൂതന് യാഗമർപ്പിച്ച് സാഷ്ടാംഗം വീഴുന്നതായി കാണുന്നു. ദൂതന്മാർ ആരാധനയും യാഗങ്ങളും സ്വീകരിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തി ആരായിരുന്നു? ഈ വ്യക്തിയെക്കുറിച്ച് യഹോവ മോശയോട് പറഞ്ഞത് വായിക്കാം. പുറപ്പാട് പുസ്തകം 23:20 വായിക്കാം. ഇതാ, വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. നീ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം. അവനോട് വിഘടിക്കരുത്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കുകയില്ല. എന്റെ നാമം അവനിൽ ഉണ്ട്. ഇവിടെ ദൈവം മറ്റൊരു വ്യക്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദൈവം ഈ ദൂതനോടൊപ്പം സ്വന്തം പേര് പങ്കിടുന്നു. ഈ ദൂതൻ എന്റെ നാമം ഉൾക്കൊള്ളുന്നു. ഈ ദൂതൻ എന്റെ സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്നു. പാപങ്ങൾ ക്ഷമിക്കാനോ ക്ഷമിക്കാതിരിക്കുവാനോ ഉള്ള അധികാരം ഈ ദൂതനിലുണ്ട്. ഇതിനാലാണ് ഈ ദൂതനെ പ്രകോപിക്കരുതെന്ന് ദൈവം മോശയോട് പറഞ്ഞത്. ഈ ദൂതൻ പാപം ക്ഷമിച്ചുകൊടുത്ത പഴയ നിയമത്തിലെ ഭാഗം വായിക്കാം. സെഖര്യാവിന്റെ പുസ്തകം 3:3. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്ന് നീക്കിക്കളവിനെന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു. സമാനമായ ഭാഷയിലാണ് പുതിയ നിയമത്തിൽ യേശുവും സംസാരിച്ചത്. ലൂക്കോസ് 7:48. പിന്നെ അവൻ അവളോട്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ഈ ദൂതനെ ദൈവം ഒരിക്കൽ തന്റെ സാന്നിധ്യം എന്ന ബഹുമതി നൽകിയതായി നാം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 33:16 വായിക്കാം. അതിന് അവൻ, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. ഈ ദൈവ സാന്നിധ്യമാണ് ഇസ്രായേൽ മക്കളെ അനുഗമിച്ചതെന്ന് പൗലോസ് വെളിപ്പെടുത്തുന്നു. നോക്കാം. 1 കൊരിന്ത്യർ 10:4 വായിക്കാം. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ഈ ക്രിസ്തുവിനെയാണ് തന്റെ നാമം വഹിക്കുന്ന ദൂതൻ എന്ന് ദൈവം പുറപ്പാട് പുസ്തകത്തിൽ വിശേഷിപ്പിച്ചത്. പുറപ്പാട് പുസ്തകം 23:21. എന്റെ നാമം അവനിൽ ഉണ്ട്. പൗലോസ് വെളിപ്പെടുത്തിയ യേശു ക്രിസ്തുവെന്ന പാറയാണ് ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ കൂടി നടത്തിയതെന്ന് സ്തെഫാനോസ് പറയുന്നത് കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 7:36. അവൻ മിസ്രയീമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ടുവന്നു. അവസാനമായി യാക്കോബിന് ഈ ദൂതനെക്കുറിച്ച് എന്താണ് പറയുവാനുള്ളതെന്ന് കൂടി നോക്കാം. ഉൽപ്പത്തി 48:16 വായിക്കാം. എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കട്ടെ. അന്ത്യനാളുകളിൽ യാക്കോബ് തന്റെ മക്കളോട് പറയുന്ന വാക്കുകളാണ്. അതായത് അന്ന് താൻ മല്ലുപിടിച്ചത് ഒരു ദൂതനോടായിരുന്നുവെന്ന് ഇവിടെ യാക്കോബ് വെളിപ്പെടുത്തുന്നു. നമുക്കറിയാം, യാക്കോബ് ഒരു പുരുഷനോട് മല്ലുപിടിച്ച് ദൈവം യാക്കോബിന്റെ പേര് യാക്കോബിൽ നിന്നും ഇസ്രായേലാക്കി മാറ്റിയതായി നാം വായിക്കുന്നുണ്ട്. ആ സംഭവമാണ് ഇവിടെ തന്റെ മക്കളോട് യാക്കോബ് സംസാരിക്കുന്നത്. നാം ഇതുവരെ വായിച്ച വചനങ്ങളെയും സംഭവങ്ങളെയും സംഗ്രഹിച്ചാൽ നമുക്ക് പൊതുവായ ഒരു നിഗമനത്തിൽ എത്തുവാൻ കഴിയും. യഹോവയുടെ ദൂതൻ ഒന്നിലധികം തവണ ആരാധന സ്വീകരിക്കുന്നു. മറ്റു ദൂതന്മാർ ആരാധന സ്വീകരിക്കുന്നില്ല. നമ്മുടെ അതിക്രമങ്ങളെ ക്ഷമിക്കുവാനുള്ള അധികാരം യഹോവയുടെ ദൂതനിൽ കാണുന്നു. ഈ അധികാരം മറ്റു ദൂതന്മാർക്കില്ല. അതിനാൽ കർത്താവിന്റെ ദൂതൻ എന്നും യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയെന്നും പരാമർശിച്ചിട്ടുള്ളത് യേശുക്രിസ്തുവിനെക്കുറിച്ച് മാത്രമാണ്. ഇനി യേശുവിനെന്താണ് പറയുവാനുള്ളതെന്ന് നോക്കാം. യോഹന്നാൻ 1:18. ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല. അതായത് ക്രിസ്തു ഒഴികെ മറ്റാരും ദൈവത്തെ കണ്ടിട്ടില്ല. എങ്കിൽ അബ്രഹാമിനോടും മോശയോടും യോശുവയോടും സംസാരിച്ചത് ആരായിരുന്നു? ഈ സംസാരിച്ച വ്യക്തി ആരായിരുന്നുവെന്ന് യേശു തന്നെ പറയുന്നത് നോക്കാം. യോഹന്നാൻ 8:56 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളതുകൊണ്ട് ഉല്ലസിച്ചു. അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, നിനക്ക് 50 വയസ്സായിട്ടില്ല,
നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. യേശു അവരോട്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. തനിക്ക് മുമ്പ് ജീവിച്ചിരുന്ന അബ്രഹാം തന്റെ വരവ് പ്രവചനാത്മകമായി കണ്ട് സന്തോഷിച്ചു എന്ന് യേശു ഇവിടെ സ്ഥിരീകരിക്കുന്നു. എന്നാൽ യഹൂദർക്ക് ഇത് ദൈവദൂഷണമായിരുന്നു. അതിനാൽ ലേവ്യ പുസ്തകത്തിലെ 24 അധ്യായത്തിൽ 16 പറയുന്ന നിയമം നിറവേറ്റുവാൻ യേശുവിനെ എറിയുവാൻ കല്ലുകളെടുത്തു. ദൈവത്തെ ആരും കണ്ടിട്ടില്ല എന്ന് യേശു പറയുകയുണ്ടായി. കണ്ടാൽ എന്തു സംഭവിക്കുമെന്ന് ദൈവം തന്നെ പറയുന്നത് നോക്കാം. പുറപ്പാട് പുസ്തകം 33:20 വായിക്കാം. ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കയില്ല എന്നും അവൻ കൽപ്പിച്ചു. പിതാവായ ദൈവത്തെ കാണുന്നവർ ജീവനോടെ ഇരിക്കയില്ല എന്ന് ദൈവം തന്നെ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മോശയും ശിംശോന്റെ മാതാപിതാക്കളും മുഖാമുഖം കണ്ടത് ആരെയായിരുന്നു? ഇവരെല്ലാവരും കണ്ടത് ദൈവപുത്രനായ യേശുവിനെയായിരുന്നു. യേശുക്രിസ്തു യഹോവയുടെ ദൂതന്റെ നാമത്തിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടെങ്കിൽ സീനായ് മലയിൽ മോശയോട് യേശു തന്നെ ആയിരുന്നു സംസാരിച്ചതും. ഇത് സ്തെഫാനോസ് പറയുന്നത് കേൾക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 7:38. സിനായ് മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും. അങ്ങനെയാണെങ്കിൽ 10 കൽപ്പനകൾ നൽകിയതും ഈ ദൂതനായിരിക്കണം. ഇതാണ് യേശു പറഞ്ഞതും. മർക്കോസ് 2:28. അങ്ങനെ മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞു. പഴയ നിയമത്തിൽ ശബത്ത് സ്ഥാപിച്ചത് താനായിരുന്നുവെന്ന് ഇവിടെ യേശു വെളിപ്പെടുത്തുന്നു. പഴയ നിയമ കാലഘട്ടത്തിലെ ദൂതരുടെ പ്രത്യക്ഷതകൾ എന്തുകൊണ്ട് യേശുവിന്റെ ജനനത്തോടെ പരിമിതമാക്കപ്പെട്ടു? പഴയ നിയമത്തിൽ ദൂതരുടെ ദൗത്യം യേശുവിന്റെ വരവിനെക്കുറിച്ചുള്ള പ്രഖ്യാപനമായിരുന്നു. അതിനുള്ള ഉദാഹരണമാണ് യേശുവിന്റെ അമ്മയ്ക്കും യോസേഫിനും ആട്ടിടയന്മാർക്കും ദൂതർ പ്രത്യക്ഷപ്പെട്ടത്. പുത്രൻ വന്നുകഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് ദൂതന്മാരെ ആവശ്യമില്ല. യോഹന്നാൻ 1:14 വായിക്കാം. വചനം ജഡമായിത്തീർന്നു. വചനം തന്നെ സന്നിഹിതനാണെങ്കിൽ എന്തിനാണ് ദൂതരുടെ ആവശ്യം? യേശു വന്നതിനുശേഷം വെളിപ്പാടിന്റെ രീതി മാറി. ദൈവം തന്റെ പുത്രനിൽ കൂടി സംസാരിക്കുന്നു. യേശുവിന്റെ ജീവിതത്തിനും പുനരുത്ഥാനത്തിനും ശേഷം പരിശുദ്ധാത്മാവിലൂടെ യേശു വിശ്വാസികളുടെ ഉള്ളിൽ വസിക്കുന്നു. യോഹന്നാൻ 14:20. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. അതിനാൽ ഇന്ന് നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നത് ബാഹ്യ സന്ദേശവാഹകരിൽ കൂടി അല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. ഈ മാറ്റം ദൂതരൂപങ്ങളെ ആവശ്യമില്ലാതാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8:12 വായിക്കാം. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശു വെളിച്ചമായതിനാൽ ദൂതന്മാർ തിരശീലയുടെ പിന്നിലേക്ക് മങ്ങിപ്പോയി. സൂര്യൻ ഉദിക്കുമ്പോൾ വിളക്കുകളുടെ ആവശ്യമില്ലാത്തതുപോലെ യേശു ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ദൂതന്മാർ പറയുന്ന പോലെ ഞാൻ വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ല. യേശുവാണ് വഴി. ആ വഴിയിലൂടെ നമുക്കും നടക്കാം.